അസീമളിയും കൂടാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ളവർ സൂക്ഷിക്കുക. മിനിയാമത്തെ ഒരു അനുഭവമാണ്. ഈ വെള്ളിയാഴ്ച ഞാനും ഫാമിലിയും സ്റ്റാർ ബോട്ടിൽ തൃശ്ശൂർ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. ഒരു മീൽസും ഒരു ഫിഷ് ഫ്രൈയും പറഞ്ഞു. ഫിഷ് ഫ്രൈ ആ സപ്ലയറോട് നമ്മൾ റേറ്റ് ചോദിച്ചാണ് എന്താണ് വില വരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു സൈസിനനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൈസ് എത്രയാണ്, എന്താണ് മീൻ, അപ്പോൾ നെയ്മീൻ എന്താണ് വില. അപ്പോൾ അയാൾ പറഞ്ഞു 150 രൂപ. ആ ഒരു നെയ്മീനും പറഞ്ഞു. ബില്ല് വന്ന് നോക്കുമ്പോൾ 250 രൂപയാണ് ഫിഷ് ഫ്രൈക്ക് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൗണ്ടറിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് അയില ഫ്രൈയുടെ വിലയാണ്. ഈ സപ്ലയർ നമ്മൾ ചോദിച്ചാണ് വേറെ മീൻ ചെറുതുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള അനുഭവമാണ് ഇത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ താഴ്ത്താനോ ആയിട്ട് പറയല്ല. എൻ്റെ 100 റുപ്യ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെ കൊള്ളലാഭം എടുക്കുന്ന പല ഹോട്ടലുകളും പെരുകി വരുന്നുണ്ട്. നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ട്രാവലർ സെയിൽസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഭക്ഷണം പല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ തുറന്ന് ചോദിക്കുക. ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് മേടിക്കുക. 150 രൂപ പറഞ്ഞാൽ 150 രൂപ മേടിച്ചോ. ഇനി 250 പറഞ്ഞിട്ട് 250 മേടിക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി 500 പറഞ്ഞിട്ട് 500 രൂപ മേടിക്കണമെന്ന് കുഴപ്പമില്ല. പക്ഷേ 150 രൂപ പറഞ്ഞ മീനിക്ക് 250 രൂപ മേടിക്കുമ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഹോട്ടൽ വരുന്നത് KSRT സ്റ്റാൻഡിൻ്റെ അടുത്ത് സഫയർ ഹോട്ടലിൻ്റെ അടുത്ത് തലശ്ശേരി കിച്ചൺ എന്ന ഹോട്ടലാണ്. ഇത് മിനിയാന്ന് എനിക്കുണ്ട അനുഭവമാണ്. കാണുന്നവരിൽ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ തൃശ്ശൂരുള്ള നിങ്ങളെ ചങ്കൾക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.